എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം ചാനലുകൾ മൊത്തവും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വിഷയം ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട്. അതിൽ UDF കിട്ടിയ മേൽക്കൈ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഞാൻ എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് UDF ജയിച്ചു എന്നുള്ളതല്ല, എന്തുകൊണ്ട് CPM തോറ്റു എന്നുള്ളതാണ് ഒരു ചർച്ചയാക്കേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊരു പൗരൻ എന്ന നിലയിൽ ഞാൻ ഇതിനകത്ത് കാണുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 2-3 കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ. പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ ഈ ഈ ഒരു മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഈ രണ്ടാം പിണറായി സർക്കാരിന് കിട്ടിയ ഒരു തിരിച്ചടി, അതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വകുപ്പാണ് നമ്മളുടെ ആരോഗ്യവകുപ്പ്. നിങ്ങൾക്കറിയാം, 2019 കോവിഡ് സമയത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടന്ന ഒരു 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 വകുപ്പായിരുന്നു ഈ പറയുന്ന ആരോഗ്യവകുപ്പ്. അതിൽ നമ്മളുടെ ശൈല ടീച്ചർ പല അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാനതൊന്നും ഒരു മുഖവരയ്ക്ക് എടുത്ത ഒരു കാര്യമല്ല. അവർ ഏറ്റവും നല്ല രീതിയിൽ കൈവെള്ളയെ കൊണ്ട് നടന്ന ഒരു വകുപ്പ്. ലോകം കണ്ട വലിയൊരു മഹാമാരി വന്ന സമയത്ത് നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ ഒരു വകുപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പേരെടുത്ത ഒരു മന്ത്രി കൂടിയായിരുന്നു ശൈല ടീച്ചർ. അപ്പം ആ മന്ത്രിയെ രണ്ടാമത്തെ മന്ത്രിസഭ വന്ന സമയത്ത് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു പ്രധാന ചർച്ച തന്നെയായിരുന്നു ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ആ മന്ത്രിയെ പുറത്താക്കിയ സമയം മുതൽ തന്നെ ആ ഒരു മന്ത്രിസഭയ്ക്ക് വേണ്ട രീതിയിലൊരു മുൻകൈ കിട്ടിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു മന്ത്രിയെ മാറ്റേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ആ മന്ത്രി മാറി പോട്ടെ, എന്തായാലും ആ മന്ത്രിയെ മാറ്റണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആ മന്ത്രിയെ മാറ്റുമ്പം തിരിച്ചു കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്രയും കഴിവുള്ള ഒരാളെ, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും കഴിവുള്ള ഒരാളെ കൊണ്ടുവരണമെന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും ഇതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ അത് ചെയ്തില്ല. ഇപ്പം നമ്മൾക്കറിയാവുന്ന മന്ത്രി, ഈ വകുപ്പ് ഭരിക്കുന്ന നമുക്കറിയാവുന്ന മന്ത്രി ഈ ഒരു മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ചീത്തപ്പേര് ചില്ലറയൊന്നുമല്ല. അതിപ്പം പല വഴിക്ക് നിങ്ങൾക്കറിയാം. ആശുപത്രിയിൽ സ്ഥിരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ICUകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ കെട്ടിടം തകർന്നു വീണുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത് എല്ലാം ഉണ്ട്. ഇത് പ്രശ്നങ്ങളുണ്ടാകും, അതിപ്പോൾ ഏതൊരു വകുപ്പാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഒരു മന്ത്രി അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് ഭരിക്കുന്ന ഒരാൾ നല്ലതാണോ മെച്ചപ്പെട്ടതാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ ഏതൊരു സാഹചര്യത്തിലും എന്തൊരു പ്രശ്നം ഉണ്ടായപ്പോഴും അതിനോടൊക്കെ പ്രതികരിച്ച രീതി, ആ ഒരു മന്ത്രി പ്രതികരിച്ച രീതി, പറഞ്ഞ മറുപടികൾ, പറഞ്ഞ കാരണങ്ങൾ ഒന്നും അതിന് യോജിക്കുന്നതായിരുന്നില്ല. ഈ ആത്മഹത്യ ഉണ്ടായ സ്റ്റേജ് വരെ ഈ പറയപ്പെടുന്ന വകുപ്പിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സകല കാര്യങ്ങളും ഒരു നല്ല രീതിയിലല്ലാത്ത ഒരു 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 മന്ത്രിയുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രം ദുഷ്പേര് കേട്ട ഒരു വകുപ്പായിരുന്നു ഈ പറയുന്ന ആരോഗ്യവകുപ്പ്. അപ്പം എൻ്റെ പ്രധാന കാഴ്ചപ്പാടിൽ ഇന്നുണ്ടായേക്കുന്ന ഈ ഒരു ജനവിധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായേക്കുന്നത് ഈ പറയപ്പെടുന്ന ആരോഗ്യ വകുപ്പും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയുമാണ്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ്. ആഭ്യന്തര വകുപ്പ് ചില്ലറ പ്രശ്നങ്ങളല്ല ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഒരു നവകേരള യാത്ര നടന്ന സമയത്ത് അന്ന് മുതലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തുണ്ടായാലും അതിന് നേരെ കണ്ണടച്ച് മൗനം പാലിക്കുന്ന ഒരു വകുപ്പ് മന്ത്രി, അതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഈ മന്ത്രിസഭയ്ക്ക് ചീത്തപ്പേര് നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് വകുപ്പ്, പിന്നെ പോലീസ് വകുപ്പെന്ന് ഞാൻ പറയുന്നത് എല്ലാ പോലീസുകാരെയല്ല, ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു വകുപ്പ് തലപ്പത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളിടത്ത് സംഭവിച്ച വീഴ്ചകൾ. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അവർ വരുത്തി വെച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ PM ശ്രീ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ
ആ വിഷയം പൊങ്ങി വരുന്നത് നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് വന്നതെന്ന് തന്നെ. ഈ പറയപ്പെടുന്ന ഡൽഹിയിൽ പോയി അതിന് ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവിടെ സംഗതി അറിയുന്നത്. ഈവൻ ആ ഘടകകക്ഷിക്കകത്തുള്ള മറ്റു പാർട്ടികളുടെ നേതാക്കന്മാർ പോലും ആ സമയത്താണ് ഇത് അറിയുന്നത്. അപ്പം ആ ഒരു നിലപാട് ഇവരെടുത്തത് ഈ പറയുന്ന മറ്റ് ഘടകകക്ഷികളെയോ അതിൻ്റെ നേതാക്കന്മാരെയോ അറിയിക്കാതെ, സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ പോലും അറിയിക്കാതെ സ്വന്തമായ ഒരു തീരുമാനമെടുത്ത് അവിടെ പോയി ഒപ്പിട്ട് തിരിച്ചു വന്നത്, അത് ഈ ഈ ഈ മുന്നണിക്കകത്തുണ്ടാക്കിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇത്രയും വോട്ട് മാറിപ്പോയത് ഒരു പ്രധാന കാരണം അതും കൂടാണ്. സ്വന്തം മുന്നണിക്കകത്തുള്ള എല്ലാ വോട്ടുകളും നിങ്ങൾക്ക് തന്നെ കിട്ടിയോ എന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ 3 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഇലക്ഷനെ അല്ലെങ്കിൽ ഇന്ന് വന്ന ജനവിധിയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏറെ നോക്കിയിരിക്കുമായിരുന്നു എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ ഇന്നത്തെ പത്രസമ്മേളനം, ഈ വിധി വന്നതിന് ശേഷമുള്ള പത്രസമ്മേളനം കേൾക്കാനായിട്ട്. അപ്പം അതുപോലെ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഒരു കാൽക്കുലേറ്ററും കുറേ കണക്കുകളുമായിട്ട് വരുന്നു, കുറേ കണക്കുകൾ പറയുന്നു, അന്നങ്ങനായിരുന്നു ഇന്നിങ്ങനായിരുന്നു. അപ്പം ഈ വന്ന ഒരു ജനവിധിയെ പോലും അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ഇത് ഞങ്ങളുടെ കുറ്റം കൊണ്ടുണ്ടായ ഒരു തെറ്റല്ല എന്നുള്ളൊരു സമീപനമാണ് പുള്ളി കയറിയ കാലം മുതൽ എടുക്കുന്നത്. അത് എന്ത് പ്രശ്നം വരുമ്പോഴും, ഈ പറയുന്ന ആരോഗ്യ മേഖലയിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും, ഇപ്പം ഈവൻ ഈ ശബരിമല വന്നതുപോലും ഏതൊരു പ്രശ്നവും വന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല, അല്ലെ ഞങ്ങളല്ല ഇതൊന്നും ഉണ്ടാക്കിയത് എന്നൊരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയെടുത്തെന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അടിയും പിന്നെയും വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം അവസാനം ഈ ഇലക്ഷന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം വന്ന ശബരിമല വിഷയം, അതിന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട 2 പേര് ജയിലിനകത്തായിട്ട് പോലും അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ മുന്നിട്ട് വരാൻ, അല്ലെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു പാർട്ടി സെക്രട്ടറി, അതും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഇവർക്ക് ഈ വോട്ട് പോയതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകമായിട്ട് എനിക്ക് തോന്നപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇന്നും ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് പോലും ഇത്രയും സീറ്റ് നഷ്ടപ്പെട്ട സമയത്ത് അന്നും കുറേ കണക്കുകളായിട്ട് വന്നു. ഇതൊന്നും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. അതുണ്ട് എന്ന് പുള്ളിക്ക് പറഞ്ഞാൽ എന്താണ് പുള്ളിയുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വ്യക്തമായിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കാണുന്ന കണക്കുകളൊക്കെ അത് തന്നെയാണ്. അപ്പം അങ്ങനൊരു വികാരം നാട്ടിലുണ്ട് എന്നത് അങ്ങോട്ട് സമ്മതിക്കാതെ, അല്ലെങ്കിൽ എന്ത് വന്നാലും അതിനെയൊക്കെ സാമട്ടിൽ കണ്ട് അങ്ങ് കൈയൊഴിഞ്ഞ് ഇതൊന്നും നമ്മളല്ല, ഇതൊന്നും നമ്മളുടെ അല്ല, ഈ കുറ്റങ്ങളൊന്നും നമ്മളുടെ അല്ല എന്ന് പറയാനായിട്ട് പുള്ളിക്ക് എന്തോ മടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ എന്തോ മാനനഷ്ടം പോലെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ പറയുന്ന ശബരിമല വിഷയം വന്നപ്പോഴാണെങ്കിൽ പോലും ആ 2 പേരെ ഈ വിഷയത്തിലകത്തായ 2 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ശരിക്കും അവരുടെ ആ പാർട്ടിയുടെ ഒരു മഹത്വം കൂടത്തേ ഉള്ളായിരുന്നു, ഒരിക്കലും കുറയത്തില്ല. അതുപോലെ ഈ പറയപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ ഇത്രയും പ്രശ്നമുണ്ടായ സമയത്ത് ആ തലപ്പത്തിരിക്കുന്ന മന്ത്രി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരാളല്ല എന്ന് കാണുന്ന സമയത്ത് അവരെ മാറ്റി ശൈലജ ടീച്ചറിനെ തന്നെ തിരിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോഴും ഈ പാർട്ടിയുടെ മഹത്വം മേളിലോട്ട് പോകത്തേ ഉള്ളായിരുന്നു, ഒരിക്കലും അത് താഴോട്ട് വരത്തില്ലായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ എന്താണ് ഒരു മടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് വന്നാലും ന്യായീകരിച്ച് എന്തിനെ നേരിടാം എന്നുള്ള ഒരു ശീലമാക്കിയ ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ ഒരു ശീലത്തിനും ആ ഒരു ന്യായീകരണത്തിനും എല്ലാം ഇന്ന് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വീണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലൊരു വിധിയാണ് കിട്ടിയേക്കുന്നത്. അടിത്തട്ടിൽ ഇത്രയും ബേസ് ഉള്ളൊരു പാർട്ടിക്ക്, അല്ലെങ്കിൽ ഇത്രയും സ്വാധീനമുള്ളൊരു പാർട്ടിക്ക് ആ അടിത്തട്ടിലെ പ്രവർത്തകർ സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് വോട്ട് തേടുന്നൊരു സമയത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും സീറ്റുകൾ ഇവർക്ക് നഷ്ടമാവുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം പോവുക, ജില്ലാ പഞ്ചായത്തുകൾ പോവുക എന്ന് വേണ്ട സകലെടുത്തും അടി കിട്ടി. മുനിസിപ്പാലിറ്റികൾ ഇതെല്ലാം പോകുന്ന സമയത്തും ഇപ്പോഴും വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ഗോവിന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞത് 2010 UDF എത്രയോ വോട്ട് കിട്ടി ജയിക്കുന്ന സമയത്ത് പോലും
മുനിസിപ്പാലിറ്റികൾ 8 ആയിരുന്നു, 7 ആയിരുന്നു എന്നൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ശ്രമിക്കുന്നത് ഇല്ല, ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ല എന്നുള്ളത് കാണിച്ചിട്ട് പോയി വോട്ട് തേടാമെന്നാണെന്ന് തോന്നുന്നു പുള്ളി വിചാരിക്കുന്നത്. ഒരു തെറ്റ് ഏറ്റു പറയുന്നിടത്ത്, സ്വയം അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കൊരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറയുന്നിടത്ത്, അതൊരു പാർട്ടി ആയിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു തെറ്റ് ഏറ്റു പറയുന്നിടത്ത് ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ മഹത്വം വളരത്തേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ കാലത്തൊന്നും സാധിച്ചിട്ടില്ല, ഇന്നും സാധിച്ചിട്ടില്ല. ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചു ഇന്നെങ്കിലും വന്നിട്ട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പഠിക്കും എന്ന് പറയും. ഇത് പ്രശ്നങ്ങളുണ്ട് പഠിക്കുമെന്നൊന്നും അല്ല, അത് വേറൊരു തലത്തിലാണ്. ഞാനിരിക്കുന്ന പദവി അല്ലെങ്കിൽ നമ്മളുടെ പാർട്ടി ഇങ്ങനൊന്നും അല്ല അങ്ങനൊന്നും അല്ല എന്ന് കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ ഇന്ന് ശരിക്കും വഞ്ചിച്ചത് നിങ്ങളുടെ താഴെത്തട്ടിൽ നല്ല പേരുള്ള അല്ലെങ്കിൽ നല്ല പ്രവൃത്തി പരിചയമുള്ള നിങ്ങളുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി സഹകരിക്കുന്ന നിങ്ങളുടെ പ്രവർത്തകരെയാണ്. കാരണം അവർ ശരിക്കും ഈ പറയപ്പെടുന്ന രണ്ടാമത്തെ നിങ്ങളുടെ മാൻഡേറ്റ്, ഈ 2021 നിയമസഭാ ഇലക്ഷൻ നിങ്ങൾ ജയിക്കുന്നത് പോലും ആ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ പ്രവൃത്തി കൊണ്ടായിരുന്നു. കാരണം ആ കോവിഡ് സമയത്ത് അത്രത്തോളം ഓടി നടന്ന് അവർ ഓരോ വീടുകളിലും കയറി കാര്യങ്ങൾ ചോദിച്ച് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുത്ത് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് നടന്ന ഒരു 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 നല്ലൊരു പ്രവർത്തക വൃന്ദം നിങ്ങൾക്കുണ്ട്. ആ പ്രവർത്തകരെയാണ് നിങ്ങൾ തലപ്പത്തിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ശരിക്കും ചതിക്കുന്നത്. അതിങ്ങനെ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ല. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇനി പല പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം. ഇനി ഒരു 5 മാസമാണ് അടുത്ത നിയമസഭാ ഇലക്ഷൻ ഉള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ ജോസ് കെ മാണി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, പഠിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു മയത്തിലുള്ള സംസാരമാണ് ഇന്ന് ജോസ് കെ മാണിക്ക് ഉണ്ടായത്. സൂക്ഷിച്ചോ, പുള്ളിയൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചാടിപ്പോകാൻ വളരെ താല്പര്യമുള്ളൊരു പുള്ളിയും കൂടാണ്. കാരണം അപ്പുറത്താണ് ഭരണം ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി നൈസിന് ഊരിപ്പോവും. പുള്ളിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അത്രയും പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട്. അതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചതിച്ച നിങ്ങളുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPI ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ കാണട്ടെ എന്നുള്ള ഒരു മട്ടിലൊക്കെ ആയിരിക്കണം. അതും മുന്നോട്ട് അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഇനിയുള്ളതെന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത് ഞാൻ ആ പാർട്ടിയല്ല കുറ്റപ്പെടുത്തുന്നത്, പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ. നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുക. എന്നിട്ട് ആ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തെറ്റ് ഏറ്റു പറയേണ്ടടുത്ത് നിങ്ങൾ തെറ്റ് ഏറ്റു പറയുക. തെറ്റ് പറ്റിപ്പോയി എന്ന് പറയേണ്ടടുത്ത് തെറ്റ് പറ്റിപ്പോയി എന്ന് തന്നെ പറയുക. അത് നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടി അത് വളർത്തത്തേ ഉള്ളൂ, ഒരിക്കലും അത് താഴോട്ട് കൊണ്ടുപോകില്ല. ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്ന രീതികളൊക്കെ നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ നശിപ്പിക്കുന്ന ഒരു തലത്തിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല കോൺഗ്രസ്സിനുള്ളൊരു മാൻഡേറ്റാണ്. ഇതൊരിക്കലും കോൺഗ്രസ്സിനുള്ളൊരു മാൻഡേറ്റല്ല. ഈ പറയപ്പെടുന്ന പാർട്ടി അല്ലെങ്കിൽ ഭരണത്തിൽ ഉണ്ടായ ഒരുപാട് പാളിച്ചകൾക്കെതിരെ മനുഷ്യൻ അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ മടുത്തതിൻ്റെ പേരിൽ ഒരു തിരിച്ചൊരു വോട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ 10-40 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ ഈ കൊല്ലം കോർപ്പറേഷൻ അവിടെ ഉണ്ടായിട്ട് ഇന്നേ വരെ കോൺഗ്രസ്സിന് അവിടെ ഒരു ഭരണം ഉണ്ടായിട്ടില്ല. അവിടെ പോലും അടി തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമാതിരി ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകൾ നിങ്ങൾക്ക് ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം കിട്ടേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ. അവിടെ നിങ്ങൾക്ക് തെറ്റി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അടി തെറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങളെ മുന്നിൽ കാത്തിരിക്കുന്നത് ഇതിലും വലിയ തോൽവികളായിരിക്കും. പക്ഷേ അതിന് മുന്നേ തിരുത്താൻ ശ്രമിക്കുക. അതിനപ്പുറത്തോട്ട് ഇതിനകത്ത് വേറെ ഒരു മാർഗ്ഗമില്ല. പിന്നെ പറയാനുള്ളത് കോൺഗ്രസിനെ കുറിച്ചാണ്. കോൺഗ്രസ് ഒരുപാട് അമിതമായിട്ട് ഇതിനകത്ത് എന്താ പറയുക സന്തോഷിക്കണം. കാരണം 9-9.5 വർഷമായിട്ട് ഭരണത്തിൽ നിന്ന് പുറത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ ഉണ്ടായ വിജയം അവർ ശരിക്കും ആഘോഷിക്കട്ടെ. അവർക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് വേറൊരു രീതിയിലാണ്. ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി ഇനി അടുത്ത ഇലക്ഷന് ഈ പറയുന്ന നിയമസഭാ ഇലക്ഷനിൽ എത്ര സീറ്റ് വരും, 100 സീറ്റ് കിട്ടി മുന്നോട്ട് വന്നാൽ പോലും ആ 100 സീറ്റ് കിട്ടി ജയിച്ച് ആ ഒരു റിസൾട്ട് വരുന്നിടം വരെ ഉള്ളൂ ഈ ഒരു ഒത്തൊരുമ. അത് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. കാരണം മുഖ്യമന്ത്രി കുപ്പായം എന്ന് പറയുന്നൊരു കുപ്പായം എടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു 4-5 പേര് ആ പാർട്ടിക്കകത്തുണ്ട്. ഈ 4-5 പേരും ഇത് കിട്ടിയേ അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു മട്ടിലുള്ള ആളുകളാണ്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. ആ ഒരു ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് എവിടെ പോയി എത്തുമെന്ന്. ജയിച്ചാൽ, ഞാൻ പറയുന്നത് ജയിച്ചാൽ
ജയിച്ച് കഴിഞ്ഞാൽ തന്നെയും അവിടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാവില്ല. അമ്മാതിരി ഒരു സെറ്റപ്പാണത്. പിന്നെ ഇതിനകത്തെല്ലാം പെട്ടുപോകാൻ പോകുന്നൊരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. മുസ്ലിം ലീഗ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അടുത്ത പ്രാവശ്യം UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചിലപ്പം മുഖ്യമന്ത്രിയാവാൻ പോകുന്നത് ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നേതാവായിരിക്കാനാണ് സാധ്യത. കാരണം അതുപോലെ അടി ഇവിടെ നടക്കും ഇപ്പുറത്ത്. അപ്പോൾ ഈ അടിയെല്ലാം കൂടെ ഉൾക്കൊണ്ട് ഒരുത്തനെ എടുത്താൽ അടുത്തവൻ ചിലപ്പോൾ കുറേ പേരുമായിട്ട് പുറത്തു പോകും, അടുത്തവനെ എടുത്താൽ ചിലപ്പോൾ മറ്റവൻ പുറത്തു പോകും എന്നുള്ളൊരു സെറ്റപ്പിലാണ് ആ പാർട്ടി. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ ചിലപ്പം മേളിലിരിക്കുന്നവർക്ക് ഒറ്റ പോംവഴിയേ ഉണ്ടാകത്തുള്ളൂ. ഇവിടുന്ന് ആരും മുഖ്യമന്ത്രി വേണ്ട, കടകക്ഷിയിൽ നിന്ന് ഒരുത്തിനെ എടുത്തോ എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് ചിലപ്പോൾ പോകാനും മതി. ഇതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഏതായാലും ഇനി ഒരു 4-5 മാസം കൂടെ കാത്തിരുന്നാൽ മതിയല്ലോ. നമുക്ക് കാണാം.